നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1106th day. Today 10th sloka of Prathama Skandam, 15th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1106 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. പത്ന്യാസ്തവാധികമക്ലപ. ഓം ശ്രീകൃഷ്ണായ നമ. പത്ന്യാസ്തവാധികമക്ലപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടും വിഗീര്യപദയോ പതിതാശ്രുമുഖ്യ യൈസ്തത്രിയോ കൃതമഹദേശവിമുക്തകേശ. ഓം തത്സത്. പത്ന്യാസ്തവാധികമക്ലപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വിഗീര്യപദയോ പതിതാശ്രുമുഖ്യ യൈസ്തത്രിയോ കൃതഹദേശവിമുക്തകേശ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പത്ന്യ അധികമക്ലപ്ത മഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം വൈ സഭായാം കിതവൈ സഭായാം സ്പൃഷ്ടം വിഗീര്യ പദയോ പതിത അശ്രുമുഖ്യ പതിതാശ്രുമുഖ്യ യൈ തത് സ്ത്രിയോ അകൃത ഹദേശ വിമുക്തകേശ. അതായത് തവ അങ്ങയുടെ പത്നി അങ്ങയുടെ എന്നുള്ളത് ഭഗവാനെയാണ് അങ്ങയുടെ എന്ന് പറയുന്നത്. പത്നിയുടെ അതിമകക്ലപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകബരം. യാഗത്തിൽ ചെയ്യപ്പെട്ട മഹാഭിഷേകത്താൽ ഏറ്റവും ശ്ലാഘിക്കപ്പെട്ടതും മനോഹരവുമായ തലമുടി സഭയിൽ കിതവൈ ദൂതന്മാരായ യാതൊരുത്തരാൽ വികീര്യ അഴിച്ചിട്ട് സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടുവോ പദയോ പാദങ്ങളിൽ പതിതാശ്രുമുഖ്യ പതിതയും മുഖത്തിൽ അശ്രുകളോട് കൂടിയവളുമായിട്ടുള്ള ആ പതി നിമിത്തം തത് സ്ത്രീയ അവരുടെ സ്ത്രീകളെ ഹദേശ വിമുക്തകേശ ഹനിക്കപ്പെട്ട ഭർത്താക്കന്മാരോടുമായി കൂടിയവരെ ആകയാൽ വിമോചിക്കപ്പെട്ട തലമുടി. അതായത് ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് മുടി മൊട്ടയടിക്കുമായിരുന്നു. അപ്രകാരം ഭർത്താക്കന്മാർ മരിച്ച് മുടി മൊട്ടയടിക്കപ്പെട്ടവരായിട്ട് അകൃത ചെയ്തു. അതായത് ഇവിടെ പറയുന്നത് ചൂത് കളിച്ച് തോറ്റ ഉടനെ പാഞ്ചാലിയെയും പടയും വെച്ചപ്പോൾ പാഞ്ചാലിയെ തലമുടി പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് സഭയിൽ വെച്ച് അവമാനിക്കാൻ ശ്രമിച്ചു ദുശാസനനും മറ്റും. അപ്രകാരം ചെയ്തപ്പോൾ വളരെ ദുഃഖിതയായി ഭഗവാനെ വിളിച്ച് പാഞ്ചാലി കരയുകയുണ്ടായി. അപ്രകാരം ആ പാഞ്ചാലിയുടെ മുദ്രയെയും പാഞ്ചാലി കരഞ്ഞുകൊണ്ട് ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കൗരവന്മാരെയെല്ലാം വധിക്കുകയും കൗരവന്മാരുടെ ഭാര്യമാരൊക്കെ മുടിയില്ലാത്തവരായി തീരുകയും ചെയ്തു. അവരുടെ കൗരവന്മാരുടെ ദുഷ്ടപ്രവൃത്തി കൊണ്ട് ആരുടെ മുടിയാണോ അഴിച്ച് അതും അധികം
യാഗത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട അതിമനോഹരമായ തലമുടി എന്നാണ് വർണ്ണിക്കുന്നത്. അപ്രകാരമുള്ള തലമുടി ആരാലാണോ ഇപ്പിടി വലിച്ചിഴക്കപ്പെട്ടത് അപ്രകാരം ചെയ്ത അവരുടെ ഭാര്യമാരുടെ മുടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ ഇല്ലാതാക്കി എന്ന് പറയുകയാണ്. അതായത് അവനവൻ ചെയ്യുന്നതിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം അവനവൻ്റെ കുടുംബം തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് എടുത്തു പറയുകയാണ്. ആ ഭഗവാന്റെ കാരുണ്യം തൻ്റെ പത്നി, അതായത് അർജുനൻ്റെയും പാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലിയെ രക്ഷിക്കാൻ പാണ്ഡവന്മാർക്കും സാധിച്ചില്ല. അങ്ങനെയുള്ള സമയത്ത് ഭഗവാനാണ് പാഞ്ചാലിയെ രക്ഷിച്ചത്. അങ്ങനെ ഭഗവാൻ പാഞ്ചാലിയെ രക്ഷിച്ചതും പാഞ്ചാലിയുടെ ആ ശപഥം പൂർത്തിയാക്കിപ്പിച്ചതും പാഞ്ചാലിയുടെ മുടി അഴിച്ചിട്ടവരുടെ ഭാര്യമാരുടെ മുടി ഇല്ലാതാക്കിയതും ഒക്കെ ആ ഭഗവത് കാരുണ്യമാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ വിട്ടുപോയല്ലോ എന്ന് സ്മരിക്കുകയാണ്. ഏതൊരു ദുഃഖസമയത്തും വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ ഭഗവാൻ നമ്മളെ ഇപ്പോൾ ഉപേക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന അർജുനനെയാണ് ഇവിടെ കാണുന്നത്. അർജുനൻ തൻ്റെ ജ്യേഷ്ഠനായ ധർമ്മപുത്രരോട് പറയുന്ന വാക്കുകളാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പത്ന്യാസ്തവാധികമതമക്ലപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വിഗീര്യപദയോ പതിതാശ്രുമുഖ്യ ഈസ്തസ്ത്രിയോ ഹൃദഃ ദേശവിമുക്തകേശാഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.